പശ്ചിമേഷ്യൻ യുദ്ധം 32ാം ദിവസം പിന്നിടുമ്പോൾ ലോകം കാതോർത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം പുതിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ അവസാനിച്ചു. വലിയ പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് കാതോർത്തത്. യുദ്ധവിരാമത്തെക്കുറിച്ചോ സൈനിക പിന്മാറ്റത്തിന്റെ കൃത്യമായ തീയതിയെക്കുറിച്ചോ സൂചന നൽകുന്നതിന് പകരം കഴിഞ്ഞ ഒരു മാസമായി താൻ ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ട്രംപ് ചെയ്തത്. ഇറാനെ തീർത്തു കളഞ്ഞെന്നും സൈനിക നീക്കം വൻ വിജയമാണെന്നും അമേരിക്ക ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും ഒരിക്കൽ കൂടി ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ യുദ്ധവിരാമത്തെക്കുറിച്ചോ സൈനിക പിന്മാറ്റത്തിന്റെ കൃത്യമായ സമയക്രമത്തെക്കുറിച്ചോ ട്രംപ് മിണ്ടിയിട്ടില്ല. ഇറാനിലെ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിച്ചുവെന്നും ഇറാന്റെ സൈനിക ശേഷി തകർത്തു എന്നുമുള്ള മുൻപത്തെ അവകാശവാദം ട്രംപ് പ്രസംഗത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്തു കഴിഞ്ഞു. ഇറാന്റെ കരുത്ത് ഞങ്ങൾ ഇല്ലാതാക്കി. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളും വ്യോമസേനയും നാവികസേനയും പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ആണവായുധം നിർമ്മിക്കാനുള്ള അവരുടെ ശേഷി ഇല്ലാതായെന്നും ഇറാൻ ഇനി പശ്ചിമേഷ്യയിൽ ഒരു ഭീഷണിയല്ലെന്നുമൊക്കെ ട്രംപ് വെച്ച് കാച്ചുന്നുണ്ട്. ഈ പ്രസംഗം നടക്കുമ്പോൾ തന്നെ അതിനുള്ള മറുമരുന്ന് ഇറാനിൽ നിന്നുണ്ടായി. ഇസ്രായേലിലെ വിവിധ നഗരങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മധ്യ ഇസ്രായേലിലെ റോഷ് ഹായിൻ, പെറ്റാ തിക്വ എന്നീ നഗരങ്ങളിൽ മിസൈലുകൾ പതിച്ച് 6 നില കെട്ടിടം ഉൾപ്പെടെയുള്ളവയ്ക്ക് കനത്ത നാശമുണ്ടായി കഴിഞ്ഞു. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയും റോക്കറ്റുകൾ തൊടുത്തുവിട്ടതോടെ ദശലക്ഷക്കണക്കിന് ആളുകൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടുന്ന കാഴ്ചയാണ് ഇസ്രായേലിൽ നിന്നുണ്ടാകുന്നത്. ബുധനാഴ്ച വൈകുന്നേരം മാത്രം 6 തവണയാണ് ഇസ്രായേലിലുടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 10ലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ മധ്യ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി എത്തിയതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഒരു മിസൈലിൽ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങിയിരുന്നതായും ഇവ പെറ്റാ തിക്വയിലെയും റോഷ് ഹൊയിനിലെയും വീടുകൾക്കും വാഹനങ്ങൾക്കും മേൽ ചിതറി വീണതായും IDF ആരോപിക്കുന്നുണ്ട്. പെറ്റാ തിക്വയിലെ ഒരു കളിക്കളത്തിൽ ബോംബ് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. മിസൈൽ ആക്രമണത്തിനിടെ റാമത് ഖാനിൽ 25 വയസ്സുകാരൻ ബോധരഹിതനായി മരിച്ചതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 72 പേരെ പരിക്കുകളോടെയും മാനസികാഘാതത്തോടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അടുത്തിടെ പ്രതിദിനം 10 മുതൽ 15 വരെ മിസൈലുകൾ മാത്രം അയച്ചിരുന്ന ഇറാൻ പെസഹ വിരുന്നിന്റെ ദിവസം തന്നെ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയത് ബോധപൂർവമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ആരോപിക്കുന്നുണ്ട്. ജനങ്ങളെ ഭീതിയിലാഴ്ത്താനും ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താനുമാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും ഓപ്പറേഷൻ റോറിംഗ് ലയൺ ആരംഭിച്ചതിന് ശേഷം ഇതുവരെ മിസൈൽ ആക്രമണങ്ങളിൽ മാത്രം 19 പേർ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറാന്റെ പുതിയ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ അതീവ ജാഗ്രതയിലാണ് ഇസ്രായേൽ നഗരങ്ങൾ നിൽക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഖരം തകർത്തുവെന്ന് ട്രംപിന്റെ അവകാശവാദം നടക്കുമ്പോഴാണ് ഇസ്രായേലിൽ ഇറാൻ മിസൈൽ വർഷം നടത്തി ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തെ മാറ്റുക ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ലെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ അവിടെ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞത് ബോണസ് ആണെന്നും ട്രംപ് പറയുന്നുണ്ട്. അവരുടെ യഥാർത്ഥ നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു. അത്ര തീവ്ര നിലപാടുകാർ അല്ലാത്തൊരു നേതൃത്വമാണ് അധികാരത്തിലുള്ളത്. തങ്ങളുമായി ഒരു കരാറിലെത്താൻ അവർക്ക് അവസരമുണ്ടെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ അവരുടെ വൈദ്യുത നിലയങ്ങളെല്ലാം തകർക്കുമെന്നും അവകാശപ്പെടുന്ന ട്രംപ് ഇറാനെ ഇരുണ്ട കാലത്തിലേക്ക് തള്ളിയിടുമെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. യുദ്ധം എന്ന് അവസാനിക്കുമെന്നോ ഹോർമൂസ് കടലിടുക്ക് എപ്പോൾ തുറക്കുമെന്നോ ഉള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ട്രംപിന്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ആഴ്ചകൾക്കുള്ളിൽ ലക്ഷ്യം കാണുമെന്ന വാദം തന്നെയാണ് ഇന്നും ട്രംപ് ആവർത്തിച്ചത്. ഹോർമൂസ് കടലിടുക്ക് സ്വതന്ത്രമാക്കാൻ അമേരിക്കയില്ലെന്നുള്ള സൂചനയും പ്രസിഡന്റ് നൽകുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ അതിന് മുന്നിട്ടിറങ്ങണമെന്നും അവർക്ക് വേണ്ട പിന്തുണ തങ്ങൾ നൽകുമെന്നും പറഞ്ഞ് അമേരിക്ക താൽക്കാലികമായി കൈകഴുകുന്നുണ്ട്. യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ട്രംപിന്റെ പ്രസംഗത്തിൽ കൃത്യമായ യുദ്ധവിരാമ പ്രഖ്യാപനമില്ലാത്തത് നിക്ഷേപകർക്കിടയിൽ വീണ്ടും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്.